ഇതാണ് എൻ്റെ കിച്ചൺ. ഇന്ന് ഈ കിച്ചണിലിരുന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു മുട്ടക്കറി ഉണ്ടാക്കാം. എങ്ങനെയുണ്ടാകും? നല്ലൊരു പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഇന്ന് രാത്രിയിൽ ചപ്പാത്തിയിലേക്ക് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം. ഹായ്, ഞാൻ ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരാഴ്ച ഞാൻ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതായിരുന്നു ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ നമുക്കൊരു നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഈ മുട്ടക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വേണം, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി, തക്കാളി, പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ബായ്. ആദ്യം നമുക്ക് മുട്ട വേവിക്കാം കേട്ടോ. മുട്ട വേവിക്കാൻ വെള്ളം അടിക്കണേ. വെള്ളത്തിൻ്റെ മുകളിൽ, മുട്ടയുടെ മുകളിൽ വെള്ളം നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം നമ്മളൊരു സ്പൂണ് കൊണ്ടോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ മഞ്ഞ ഉണ്ണി സെൻറ്ററിൽ വന്ന് നിൽക്കും നമ്മൾ കുളിക്കുന്ന സമയത്ത് കേട്ടോ. ഒന്നും അറിയില്ല. എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മുട്ട ഒരു 10 മിനിറ്റൊക്കെ 10-12 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടേക്കുക. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ഗ്രാമ്പ്, ഏലക്കായ, പട്ട ഇട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ എനിക്കിവിടെ കുട്ടികൾക്ക് മുളക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കൂടുതൽ ഇട്ടത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ മുട്ട നോക്കുകയായിരുന്നു. പൊട്ടി പൊരിയേയില്ല പുറത്തോട്ട് കേട്ടോ. നല്ല വൃത്തിക്ക് നിൽക്കുന്നത്. നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ അത് നമുക്ക് പൊളിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും നല്ലോണം വാടി വന്നതിന് ശേഷം, നല്ലോണം ഇതായതിന് ശേഷം സവോള കുഞ്ഞായിരുന്നത് ഞാൻ ഇതിലേക്ക് എടുത്ത മുട്ടയ്ക്ക് ഞാൻ 2 സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ 6 പേരുണ്ട് കറിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സവോള ഇട്ടത്. ആ സവോള നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഞാൻ 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തൊരു പൊട്ടറ്റോ കണ്ട, ഈ ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഒരു പൊട്ടറ്റോ എടുത്തെങ്ങാണ്ട് ഇത് ഞാൻ ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചു കുക്കറിനകത്ത്. എന്നിട്ട് നമ്മളിത് വഴറ്റിയതിന് ശേഷം പൊട്ടറ്റോ അതിനൊരു 3 പീസ് മാറ്റി വെച്ചിട്ട് ഇത് മാറ്റി വെച്ചു. ഞാൻ ബാക്കിയുള്ള പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇതിനകത്ത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ അമർന്ന് കിടന്ന് കുറച്ച് നേരം വേവണേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ മുട്ട ഇതിനകത്തേക്ക് എടുത്തിട്ട് ഒന്ന് മെല്ലെ വഴറ്റി കൊടുത്തത് ഇതാക്കിയെടുക്കുക. മുട്ട വേവിച്ചതാണല്ലോ. പിന്നെ ഞാൻ തേങ്ങയുടെ വീഡിയോ കാണിക്കാൻ പറഞ്ഞ് കുറച്ച് തേങ്ങയും പിന്നെ നുള്ളി പെരിഞ്ചീരകവും പിന്നെ 2 ഏലക്കായ ഇട്ട് മിക്സിയിൽ അരച്ചെടുത്ത് എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിനകത്തേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ അവിടെ വെച്ച പൊട്ടറ്റോയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തത്. നല്ല ടേസ്റ്റാണ് പൊട്ടറ്റോ കൂട്ടി തേങ്ങ അരച്ചെടുക്കുമ്പോൾ. വെച്ചാൽ വേവിച്ച് വെച്ചതിന് 2 കഷ്ണം പൊട്ടറ്റോ മാറ്റി വെച്ച് ഒരു മുറി തേങ്ങ എടുത്ത് 2 ഏലക്കായ ഇട്ട് നുള്ളി പെരിഞ്ചീരകം ഇട്ട് ശകലം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് നല്ലോണം തിളക്കില്ല, ഇങ്ങനെ എല്ലായിടത്തും തള വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തേങ്ങാപ്പാൽ ഈ തേങ്ങ എടുക്കുന്നതിനകത്തൊരു നുള്ളി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചാൽ മതി നിങ്ങൾ, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ നുള്ളി തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ ഇടാനായിട്ടില്ല, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് കണ്ടോ, ഇപ്പം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. അധികം തിളക്കേണ്ട, ഒന്നിങ്ങനെ ജസ്റ്റ് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് മുട്ടയൊന്നും പൊട്ടിപ്പോയില്ല. ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തിലിടണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ താളിച്ച് വെച്ചതല്ലേ, നമ്മൾ വഴറ്റിയിട്ട് വെച്ചതല്ലേ ഇതിനകത്ത്. ഇത്